ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയ ചങ്ക്സ് ഫ്രൈ. സോയ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാർക്ക് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് ഫ്രൈ ആണ്. സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു ബൗളെടുത്ത് അതിലോട്ട് വലിയ സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് കൂട്ടിയിളക്കി ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് സോയ സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വയ്ക്കാം. അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു ബൗളെടുത്ത് അതിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടത്തൈരായ കാരണം ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, സോൾട്ട്, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ഓപ്ഷനിലാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് നല്ലപോലെ ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മുടെ സോയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിൽ വെള്ളമൊക്കെ ഒന്ന് അമർത്തി കളയണം. സോയ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കേർഡ് ബാറ്ററിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് വലിയ സോയാബീനാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന തൈരിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം ഒരു 10 മിനിറ്റ്. അതിനുശേഷം സ്റ്റൗ ടോപ്പും ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടാവണം. അതിനുശേഷം നമുക്ക് സോയ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, കുറേശ്ശായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാൻ മറക്കാതെ ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.